പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. സർലോകത്തിൽ സർവേശ്വരോ സ്തുതി ഗീതം. ഞങ്ങളുടെ പിതാവേ, അങ്ങ് രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വിശ്വസിക്കുന്നതിനും ആ വിശ്വാസം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലതിനെയും നാഥായി നീക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴ് എന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലതിനെയും നാഥായി നീക്കും. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. സത്യമായ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായി നീക്കും.
സർവേശ പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുധരനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം വളരുന്നതിനെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിലെയും നാഥായ നീക്കും. എന്റെ സഹോദരത്തെ യശയാപ്രവാചകന്റെ പുസ്തകത്തിലുള്ള അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനം. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂഴിട്ട് ജനതകളെയും മൂടും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. കണ്ണുകളിലേക്ക് ചുറ്റും നോക്കി കാണുക, അവർ ഒരുമിച്ചുകൂടി നിന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും, പുത്രിമാർ കരങ്ങളിൽ സംവഹിക്കപ്പെടും. ഇതെല്ലാം ദർശിച്ച് നീ തേജസ്വിനിയാകും. സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദപ്രകീതമാകും. ഒട്ടകങ്ങളുടെ പറ്റം മിരിയാനിലെയും എഫായിലെയും ഒട്ടകക്കുട്ടന്മാരുടെ ഒരു കൂട്ടം നിന്നെ മടക്കും. ഷേബായിൽ നിന്നുള്ളവരും വരും. അവർ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരും. കർത്താവിന്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും. കേദാറിലെ ആട്ടിമരങ്ങളെ നിന്റെ അടുക്കൽ കൊണ്ടുവരും. നെബായത്തിലെ മുട്ടാടുകളെ നിനക്ക് ലഭിക്കും. സ്വീകാര്യമായ വിധം അവ എന്റെ ബലിപീഠത്തിൽ വരും. എന്റെ ശ്രേഷ്ഠമായ ആലയത്തെ ഞാൻ മഹത്വപ്പെടുത്തും. അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും. അപ്പോൾ നാം എന്താണ് അറിയേണ്ടത്? കൃപ സമർത്ഥമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോടെ ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോട് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോട് സംസ്കരിക്കപ്പെട്ടത്. അവന്റെ മരണത്തിന് സദസ്സമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരാണെങ്കിൽ അവന്റെ പുനരുദ്ധാനത്തിനും സദസ്സമായ ഒരു പുനരുദ്ധാനത്തിനും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവന്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങൾ പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുകയും വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം 28-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. സാബത്തിന് ശേഷം ആഴ്ചയിൽ 1-ാം ദിവസം
രാവിലെ മഗ്ദല മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കുവാൻ വന്നു. അപ്പോൾ വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് കണ്ണുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നു. അവന്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു. വസ്ത്രം മഞ്ഞ് പോലെ വെളുത്തതും. അവനെ കുറിച്ചുള്ള ഭയനിമിത്തം കാവൽക്കാർ വിറകൊണ്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുകയും വേഗം പോയി അവന്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടുവെന്നും നിങ്ങൾക്ക് മുമ്പിൽ ഗലീലായിലേക്ക് പോകുന്നുവെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുകയും, ഇതാ ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അവർ കല്ലറവിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടി ശിഷ്യന്മാരെ വിവരം അറിയിക്കുവാൻ ഓടി. ഭയപ്പെടേണ്ട, ഉദിതൻ നമ്മോട് കൂടിയുണ്ട്. വിശ്വസിക്കാൻ ഏറ്റവും സ്നേഹമുള്ള മാതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുടുംബക്കാരെ, ലോക ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അത് ഉയർപ്പിന്റെ സന്ദേശമാണ്. ലോക ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ രൂപം എന്താണെന്ന് ചോദിച്ചാൽ അത് ഉയർപ്പിന്റെ രൂപമാണ്. ഉയർപ്പിന്റെ സന്ദേശം ദൈവ പദ്ധതിയുടെ മുമ്പിൽ ഒന്നിനെയും തകർക്കുവാനായി സാധിക്കുകയില്ല. ദൈവത്തിന് പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ തീർച്ചയായിട്ടും സംഭവിക്കും. യേശു പരസ്യ ജീവിതം നയിച്ചു. പരസ്യ ജീവിതത്തിന്റെ അവസാനത്തിൽ പിതാവിന്റെ പദ്ധതികൾക്കനുസരിച്ച് പുത്രൻ സ്വമനസ തന്നെ ക്രൂശുമരണത്തിന് വിട്ടുകൊടുക്കുകയാണ്. പെസഹായി ആചരിച്ചു. കടന്നു പോവുകയായിരുന്നു. പീഡാസഹനത്തിലേക്ക് പീഡയെ അനുഭവിച്ചു, മരിച്ചു. ലോകദൃഷ്ടിയിൽ അവൻ പൂർണ്ണമായും അവസാനിച്ചു എന്ന് കരുതപ്പെട്ടു. കാരണം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചവൻ നിസ്സഹായാവസ്ഥയിൽ കുരിശിൽ കിടന്ന് പെടഞ്ഞ് മരിച്ചു. രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഏറ്റവും ഭീകരമായ മരണം അവന് ലഭിച്ചു. ഇനി അവനെ ചെല്ലുവാനായിട്ട് ആരുണ്ടാകില്ല എന്ന് ലോകം ചിന്തിച്ചു. എന്നാൽ സുവിശേഷം രേഖപ്പെടുത്തുകയാണ്, അരുൾ ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു എന്ന്. മറ്റൊരു വാക്യം പറഞ്ഞ് അവന്റെ വാക്കുകൾ അന്വർത്ഥമായി. ദൈവത്തിന്റെ വാക്കുകൾ ഒരിക്കലും ഇല്ലാതാകുകയില്ല, മറിച്ച് അവനെന്നും വാക്കുപാലിക്കുന്നവനാണ് എന്ന ബോധ്യത്തിലേക്ക് വരുവാനായിട്ട് ഈശ്വർ നമ്മെ പ്രേരിപ്പിക്കണം. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും എല്ലാം ദൈവിക പദ്ധതിയുടെ ഉറച്ച ബോധ്യത്തിലേക്ക് വളരുവാനും നമുക്ക് സാധിക്കണം. ഈശോയുടെ വികാസകര മരണ ഉത്ഥാനത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കും. ദൈവ പദ്ധതികൾക്കനുസരിച്ച് അവൻ പീഡ സഹിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു. ഒരു ദിവസം ദൈവിക നിശബ്ദതയുടെ ദിവസമായിരുന്നു, വലിയ ശനിയാഴ്ച. അന്ന് ദൈവിക ഇടപെടൽ പോലും സംഭവിക്കുന്നില്ല. ദൈവിക നിശബ്ദത, പൂർണ്ണമായ നിശബ്ദത. എന്നാൽ ആ പൂർണ്ണമായ നിശബ്ദതയ്ക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കുകയാണ് ഉദാഹരണത്തിലൂടെ. നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയുടെ ഇടയിലും ബോധ്യത്തോടു കൂടി കാത്തിരിക്കുവാനായിട്ട്, ദൈവത്തിന് ഇടപെടുവാനുള്ള അവസരം കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും.
പരിശുദ്ധ അമ്മ. ആ പരിശുദ്ധ അമ്മയ്ക്ക് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടി. സുവിശേഷം രേഖപ്പെടുത്തുകയാണ്, അവൾ അസ്വസ്ഥയായി എന്ന്. ഗബ്രിയേൽ ദൂതൻ അവളോട് പറയുകയാണ്, ഭയപ്പെടേണ്ടായി എന്ന്. വീണ്ടും നമുക്ക് കാണുവാനായി സാധിക്കും, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഈശോ പ്രത്യക്ഷപ്പെട്ട് ശിഷ്യന്മാരോട് പറയുന്നതായിട്ട് ഭയപ്പെടേണ്ടായി എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. മറിച്ച് ദൈവത്തിന്റെ മക്കളാണ്, ദൈവം നമ്മോട് കൂടെയുണ്ട്, ദൈവത്തിന് കരുതലുണ്ട് എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അവൻ പറഞ്ഞ വാക്കുകൾക്കൊന്നും മാറ്റം സംഭവിക്കുകയില്ല. അവൻ ഞാൻ 3-ാം ദിനം ഉദ്ധാനം ചെയ്യും എന്ന് പറഞ്ഞു. അത് ലോകദൃഷ്ടിയിൽ അസാധ്യമായ സംഭവമാണ്. എന്നാൽ ദൈവ പദ്ധതിയിൽ അതും സാധ്യമായി തീരുകയാണ്. അതോടൊപ്പം തന്നെ ഉദ്ധാനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉയർപ്പാകുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന്. ഈശോ പീഡ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്തത് നമുക്ക് വേണ്ടിയാണ്. രക്ഷാകര ചരിത്രം നമുക്ക് വേണ്ടിയാണ് എന്ന ബോധ്യത്തിലേക്ക് വളരുവാനായിട്ട് നമുക്ക് ഓരോരുത്തരും സാധിക്കണം. അവൻ മരിച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. അവൻ ഉയർപ്പ് നമുക്ക് നൽകുന്നു. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഉയർപ്പായി നിന്നവർ ഒത്തിരിയേറെ പേരുണ്ട്. താങ്ങായി, തണലായി, സഹായമായി നമ്മളോടൊപ്പം നിന്നവർ. അത് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, ബന്ധുമിത്രാദികളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം. അങ്ങനെ ഒത്തിരിയേറെ പേർ നമ്മളോടൊപ്പം നിന്നവരുണ്ട്, നമ്മെ വളർത്തുവാനായിട്ട്, നമുക്ക് ഉയർപ്പേകുവാനായിട്ട്. അതോടൊപ്പം തന്നെ ഉയർപ്പ് തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ നമുക്ക് ഉയർപ്പായിരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും നമുക്കും മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുവാനായി സാധ്യമാകണമെന്ന്, മറ്റുള്ളവർക്ക് പറയുവാനായി സാധിക്കണം. എന്റെ ജീവിതത്തിലെ തകർച്ചകളിൽ, എന്റെ ജീവിതത്തിൽ ഉയർപ്പാകുവാനായിട്ട്, ഉയർപ്പേകുവാനായിട്ട് നമ്മളോട് കൂടെയുണ്ട്, തമ്പുരാന് കരുതലുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് സന്തോഷത്തോടുകൂടി ദൈവകരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ് എന്ന ബോധ്യം ഈശോയ്ക്കുണ്ടായിരുന്നത് പോലെ വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ ഉയർപ്പിന് കാരണമായ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വിശുദ്ധകാല സഭയുടെ നേതാവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെ, ഞാൻ സഭയുടെ പിതാവ് മെത്രാപൊലീത്ത റാഫേൽ മെത്രാപൊലീത്ത, ഞങ്ങളുടെ മെത്രാപൊലീത്ത വികാരി മാർ ജോസഫ് മെത്രാപൊലീത്ത, മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. പൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പാപം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. തന്റെ വാസ്തുതത്തിൽ നമ്മുടെ കടകളുടെയും പാപങ്ങളുടെയും കഴികളയട്ടെ. ഈ നമ്മുടെ കാര്യങ്ങളിലേക്ക് നമ്മുടെ യോഗങ്ങളും ആവശ്യവും നമുക്ക് സമർപ്പിക്കാം. ഭയപ്പെടാതെ ദൈവത്തോടെ എന്ന ബോധത്തിൽ തമ്പുരാനോട് സംസാരിക്കുവാനായിട്ട് അവരുടെ സന്തോഷത്തിൽ പങ്കുകാരായി തീരുവാനുള്ള കൃപ അവരോട് ചെയ്യാം.
അങ്ങയുടെ ആദ്യമായ തിരുത്തുതി എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ പീഠാനുഭവത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉത്ഥാനത്തിനെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുക ചെയ്ത മിശിഹാ വഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനായ പിതാവായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരത്തിനാവുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേറ്റും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തെ സ്വർഗവാസികളെ ആയിരങ്ങളും ആരാധമാന പതിനായിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോമേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ
ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുന്നു. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങനെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കും വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അങ്ങനെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ചു ഇതിനെ ആശീർവദിക്കുകയും പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും തിരുനാമത്തിന് സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപ അവസാനത്തോടെ അപരാധങ്ങളും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലപ്പിച്ചുകൊണ്ട് സഹോദരതയോട് ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകൾ കലഹങ്ങൾ കഴിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ
ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്ന മനോവിശ്വാസത്തോടു കൂടി അവർ വിളിച്ചപേക്ഷിക്കും. സുഖസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. സ്വർഗീയ ഭക്ഷണവും ഉന്നതത്തിൽ നമുക്ക് വേണ്ടി ഒഴുകിവന്ന പാനീയവുമാകുന്നു. ദൈവത്തിൽ തന്റെ കരുണയാൽ നമുക്ക് വേണ്ടി വിഭജിച്ചു തരുന്ന തന്റെ ശരീരമാകുന്നു. അവരുടെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ.
Osana Sotakaisan Panay Najibutan Duma. Jibumana Sotakaisan, Obanai to Light in Opportunity Duma. Pesaka Yaran Kaisamatan. Why do I told Duma? Similarly, you want to like told Duma. Ukavation Sotakaisan, Pandila Duma. Hindi Masari, and I don't know. To cover in this organization, but the idea and beauty and potential. No, but I have already lived in one hour, I didn't know what they do. You want to know the number of snakes, trade company at the year, first the young variety, that I in the way, not to do, I in the way, one later. വിശ്വസിക്കുന്ന വേദനയെല്ലാം തുവാൻ തിരുനാളോട് വേദനയെല്ലാം തുവാൻ അറിയിക്കുകയും അറുന്നൂറ് രൂപയാണ് ഓർമ്മ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മായ പ്രഭാവത്താൽ സർവ്വവും പരിശുദ്ധവും ജീവദായക ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ ഭഗവാനോടാകപ്പെടുന്ന നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും പാപവിമോചനമേകിടുവാൻ പാരിനു ശാന്തി പകർന്നിടുവാൻ ക്രൂശിതനായൊരു നാഥാനിൻ ഉത്ഥാനം പരമാനന്ദം. ഉദ്ധിതനാഥ മാനവരിൽ താവക ശാന്തി വസിക്കട്ടെ. സ്വാതന്ത്ര്യത്തിൻ വീതികളിൽ സതതം നമ്മെ നയിക്കട്ടെ. വാഗ്ദാനം പോൽ അനവരതം വിശ്വാസത്തിൽ വളർന്നിടുവാൻ ഉദ്ധിതനീശോ മിശിഹായേ മഹത്വം നൽക. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി.